നമസ്കാരം. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കോ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അറബിക്കടലിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എത്തി നിൽക്കുന്ന കാലവർഷം കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിന്റെ കൂടുതൽ മേഖലകളിലേക്കാണ് വ്യാപിച്ചത്. കേരളത്തിലേക്ക് കരകയറാൻ കാറ്റിന്റെ ശക്തി ഇപ്പോഴും കുറവാണ്. കേരള തീരത്തെത്തുമ്പോൾ കാലവർഷക്കാറ്റ് ശക്തി കുറയുകയും ഏതാനും മേഘങ്ങൾ കരകയറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇക്കാരണത്താൽ കേരളത്തിലെ മധ്യഭാഗങ്ങളിലും തെക്കൻ ഭാഗങ്ങളിലും കാലവർഷ മേഘങ്ങൾ കരകയറി ഒറ്റപ്പെട്ട മഴ പെയ്യുകയാണ്. എന്നാൽ വടക്കൻ കേരളം ഇപ്പോഴും വേനൽക്കാലത്തിന്റെ അന്തരീക്ഷ സ്ഥിതിയിലാണുള്ളത്. ആകാശത്ത് മേഘങ്ങൾ കാണുന്നുണ്ടെങ്കിലും അവ പെയ്യ്ക്കാൻ മാത്രം ശക്തിയുള്ള കാറ്റ് ഉണ്ടാകുന്നില്ല. അതിനാൽ കാർമേഘങ്ങൾ വടക്കൻ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുമെങ്കിലും മഴ ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ജൂൺ 3-ന് മാറ്റം വരും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കാലവർഷം കേരളത്തിൽ എത്തിയതായുള്ള സ്ഥിരീകരണം ജൂൺ 3-നോ 4-നോ ആയിരിക്കും ഉണ്ടായേക്കുക. അതിനു മുമ്പ് കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മഴ മാനദണ്ഡം പൂർത്തിയാകാൻ കഴിയും. കാറ്റിന്റെ മാനദണ്ഡവും ഇതിനകം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5 ദിവസത്തിനകം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്നാൽ മഴ എത്തിയതിനു ശേഷം വീണ്ടും മഴ ദുർബലമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ വെയിൽ അനുഭവപ്പെടുകയാണ്. രാത്രി താപനിലയിൽ മാറ്റമുണ്ടെങ്കിലും പകൽ താപനില ഉയർന്നു നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട്. കാലവർഷം പ്രവേശനത്തിന് മുന്നോടിയായി കേരളത്തിന്റെ വിവിധ ജില്ലകളിലാണ് ഇതിനകം തന്നെ ഇടിയോടുകൂടിയ മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഔദ്യോഗികമായി പ്രവേശിക്കുന്നതോടെ വ്യാപക മഴ ലഭിക്കും. തീരദേശ മേഖലകളിൽ കടൽക്ഷോഭത്തിന് സാധ്യത ഉയരും. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാം. മലനിരകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയും വർദ്ധിക്കും. നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുവാനും സാധ്യതയുണ്ട്. സാധാരണ കേരളത്തിലേക്ക് ജൂൺ 1-നാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിച്ചേർന്നത്. എന്നാൽ ഓരോ വർഷവും സമുദ്രോപരിതല താപനില, കാറ്റിന്റെ ദിശ, അന്തരീക്ഷ മർദ്ദ വ്യതിയാനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചാണ് പ്രവേശന തീയതികളിൽ വ്യത്യാസമുണ്ടാകുന്നത്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാലവർഷം പിന്നീട് കർണാടക, മഹാരാഷ്ട്ര, മധ്യ ഇന്ത്യ, ഉത്തരേന്ത്യ എന്നിവിടങ്ങളിലേക്ക് ക്രമേണ വ്യാപിക്കാറാണ് പതിവ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലും അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്ത സാധ്യതകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലും എല്ലാ സർക്കാർ വകുപ്പുകളും കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശിച്ചു. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർണായക നിർദ്ദേശങ്ങൾ നൽകിയത്. മുൻ വർഷങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ കൂടുതൽ ജാഗ്രതയോടെയും ശാസ്ത്രീയ സമീപനത്തോടെയും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്ത സാധ്യതകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വിവരശേഖരണം സമഗ്രമായി നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വില്ലേജ് ഓഫീസുകളുടെയും നേതൃത്വത്തിൽ ദുരന്ത സാധ്യതാ മേഖലകളിലെ കുടുംബങ്ങളുടെ പട്ടികയാണ് പുതുക്കേണ്ടത്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ കുടുംബങ്ങൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, അതിഥി തൊഴിലാളികൾ എന്നിവരുടെ വിവരങ്ങൾ പ്രത്യേകം ശേഖരിക്കണം. അടിയന്തര മുന്നറിയിപ്പുകൾ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കേണ്ടതുണ്ടെന്നാണ് യോഗം വിലയിരുത്തിയത്.